ഐ ആം അജ്ഗർ ഭായ്, സിറ്റി വില്യാടി, ഇപ്പോൾ പാനൂർ. പ്രതാൻജി ഭാർത്താജി വായിക്കുന്നത് ഹെ അജ്ഗർ ഭായ്. ഷാം കോ ന്യൂസിലേക്ക് പ്ലീസ് എല്ലാവർക്കും വെൽക്കം. ഞാനിപ്പോൾ പാനൂർ, അതായത് ഇതിന് മുമ്പ് ഇവിടെ എക്സിബിഷൻ, സ്പെല്ലിംഗ് പ്രോബ്ലം ഉണ്ട് പറയണേ, എക്സിബിഷൻ, അതുപോലെ പല പരിപാടി നടക്കുന്ന സ്ഥലമായി പാനൂർ. അതായത് ഇതിൻ്റെ ഓണർ എന്ന് വെച്ചിക്കട്ടെ മുസ്തഫ ഭായ്. അതെ, റോഡ് മൊപ്പം ചോദ്യം ഇവിടെ നിന്ന് വരുന്നത് സർക്കസോ അല്ലെങ്കിൽ എക്സിബിഷനോ അല്ലെങ്കിൽ ധർമ്മ പരിപാടിയോ അല്ലെങ്കിൽ സ്കൂൾ ഉത്സവമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്സവ സമ്മേളനം അങ്ങനെയെല്ലാം പറയാലോ. പക്ഷേ ഒന്നുമില്ല, നമ്മളെ ഏലാങ്കോട്ടല്ല പാനൂർ. യെസ്, ഞാൻ അന്വേഷിക്കുമ്പോൾ മനസ്സിലായത് പോയില്ല. ഉസ്മാൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഉസ്മാൻ്റെ മക്കളെ കല്യാണം ഇവിടെ വെച്ച് നടക്കുകയാണ് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പാനൂർ വെച്ചിക്കാട്ട് മുസ്തഫക്കാൻ്റെ സ്വന്തം സ്ഥലമായ ഒരു കല്യാണ മണ്ഡപം. ഞാൻ പറയുന്ന മുസ്തഫക്കാനോട് ഒരു അപേക്ഷയുണ്ട്. മുസ്തഫക്ക, ഇത് നമുക്ക് സ്ഥിരമായിക്കൂടെ? പൊളിക്കണോ? ഈ കല്യാണം കഴിഞ്ഞ് നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ ഒരു വരുമാന മാർഗ്ഗമല്ലേ? അടിപൊളി. അതായത് 7000 ആൾക്ക് ഫുഡ് കഴിക്കേണ്ട സൗകര്യമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അമ്മാതിരി പന്തൽ. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ കോഴിക്കോടാണ് ഇതിൻ്റെ കാറ്ററിങ്, ഫുഡ്, പന്തലെല്ലാം. കണ്ണൂർ ജില്ലക്കാരായ രക്ഷണിച്ചെങ്കിൽ വളരെ മോശമായിപ്പോയി. കാരണം നമ്മൾ ഇത്രക്കായിരം ആൾക്കാർ കണ്ണൂർ ഉണ്ടായിട്ടും മുപ്പത് കോഴിക്കോട് പാരഗൺ കാറ്ററിംഗ് ആണ് ഇത് ഏറ്റെടുത്തത്. ഫുഡ് നോക്കാം, നമ്മൾ കണ്ണൂർ ഫുഡ് കുറേ കഴിച്ചല്ലേ, എനിക്ക് കോഴിക്കോട് വേറെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ അല്ലേ? അങ്ങനെ 7000 ആൾക്ക് പങ്കെടുക്കേണ്ട സൗകര്യം ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്. ഒന്നൊന്നര സെറ്റപ്പാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഒരു കല്യാണ മണ്ഡപം ആദ്യമായിട്ടാണ് 7000 ആൾക്ക് ഇരിക്കേണ്ട കല്യാണ മണ്ഡപം. ഒന്നൊന്നര നീളമുണ്ട്, അങ്ങോളം നീളം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രീഷ്യനാണ് ഇപ്പോൾ സംസാരിച്ചത്, അബ്ദുള്ളക്ക. അതൊക്കെ പിന്നെ 24 മണിക്കൂർ കൊണ്ട് കണക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞല്ലേ? നിങ്ങളപ്പോൾ ഈ കല്യാണ വീട്ടിൽ നിങ്ങൾ കണക്ഷൻ കൊടുക്കില്ല. അതൊക്കെ മനസ്സിലായി. അതൊക്കെ പോയി കഴിഞ്ഞു ഏതാ സാധനം. അപ്പോൾ ഇതാ കല്യാണ മണ്ഡലത്തിന് വലിപ്പം കാണാം, അറ്റം കാണുന്നില്ല അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോ നേരെ വെയിറ്റ് ചെയ്യുക പ്ലീസ്. വെയിറ്റിംഗ്. അതേപോലെ തന്നെ ഈ കല്യാണ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ 300 AC ഉള്ള കട. നമുക്ക് AC യിലേക്ക് കയറാം. ഇവിടെ കാണാമല്ലോ. നടക്കാൻ വയ്യ, അങ്ങോളം AC മൊത്തം AC. അപ്പോൾ എനിക്ക് ഒരു അപേക്ഷയുള്ളൂ പുസ്തകക്കാരനോട്, ഈ കല്യാണ മണ്ഡപം ഇവിടെ പെർമനൻ്റായി സ്ഥാപിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടിപൊളി കല്യാണം വരും. നല്ല കായ് ഉണ്ടാക്കാം. അതാണ് ഈ ഉദ്ദേശം. കായ് ഇറക്കിയിട്ട് കായ് ഉണ്ടാക്കാം. കായ് മലപ്പുറം കായാണ്, നേന്ത്രക്കായല്ല. അതിന് ബമ്പലിയാണെന്നാലും. ഓക്കെ, ഗുഡ് ബൈ.